ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വയനാടൻ വ്ളോഗർ ഇഷ്യൂ നിങ്ങളെല്ലാവരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ പണ്ട് കാലത്തൊക്കെ എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നതിന് മുൻപുള്ളൊരു കാലത്ത് നമ്മൾ ഈ ഫോട്ടോ എന്ന് പറയുന്ന ഒരു വസ്തു ഭയങ്കര പ്രൈവറ്റ് ആയിട്ട് സൂക്ഷിച്ചിരുന്ന ഒന്നാണ്. നമ്മുടെ ഒരു ഫോട്ടോ വേറൊരാളുടെ അടുത്ത് ചെല്ലുക, വേറൊരാളുടെ കയ്യിൽ പെട്ടുപോവുക, ഇതൊക്കെ നമുക്ക് വലിയ വിഷയമായിരുന്നു. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ഫോട്ടോ അത് മിസ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ പറയും തല വെട്ടിയൊട്ടിച്ചിട്ട് അവർ വേറെ ഫോട്ടോ ഉണ്ടാക്കിയാലോ, അങ്ങനെയൊക്കെ ഒരു ഭയങ്കര സംഭവമായിരുന്നു ഈ ഫോട്ടോ എന്ന് പറയുന്നത്. നമ്മൾ ഭയങ്കര പ്രൈവറ്റ് ആയിട്ട് സൂക്ഷിച്ചിരുന്ന ഒരു സംഭവമാണ് ഫോട്ടോ. ഇപ്പൊ സിനിമകളിലൊക്കെ ആണെങ്കിൽ നമ്മൾ അതിന്റെ ഒരു ഇഷ്യൂ കണ്ടിട്ടുള്ള സിനിമ എന്ന് പറഞ്ഞാല് ഉർവശിയും ജയറാമുള്ള ഒരു സിനിമയിൽ സ്റ്റുഡിയോ എന്ന് ഉർവശിയുടെ ഫോട്ടോ എടുത്തിട്ട് ജയറാമിന്റെ ഫോട്ടോയുമായി ചേർത്ത് വെച്ചിട്ട് ഒരു വിവാഹ ഫോട്ടോ ഉണ്ടാക്കുന്നു. അത് കണ്ട് അത് ഉർവശി ആരാന്ന് പോലും ജയറാമിന് അറിയുന്നില്ല. പക്ഷെ ആ ഫോട്ടോ കണ്ടിട്ട് ഉർവശിയുടെ വിവാഹം മുടങ്ങുന്നു, ഉർവശിനെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു, അങ്ങനെ ഉണ്ടാവുന്ന ഇഷ്യൂസ്. അപ്പൊ ഫോട്ടോ എന്ന് പറയുന്ന ഒരു വസ്തു നമ്മൾ ഭയങ്കര പ്രൈവറ്റ് ആയിട്ട് സൂക്ഷിച്ചിരുന്നു. അത് വെച്ചിട്ട് നമ്മളെ ജീവിതം വരെ തകർത്ത് കളയാം എന്നൊക്കെ ഉള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് സോഷ്യൽ മീഡിയ വന്നു കഴിഞ്ഞപ്പോൾ അത് പതുക്കെ പതുക്കെ ഇല്ലാതെയായി. നമ്മളെ ഫോട്ടോ ഒക്കെ നമ്മൾ പബ്ലിക്കായിട്ട് എല്ലാവരും കാണുന്ന വിധത്തിൽ, എല്ലാവർക്കും കിട്ടുന്ന വിധത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതിന്റെ ഇഷ്യൂ ഇപ്പോഴത്തെ കാലത്തും ഉണ്ടെന്ന് തന്നെ പറയാം. ഇപ്പൊ വിവാഹം കഴിയാത്ത പെൺകുട്ടികളാണെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ അക്കൗണ്ട് എടുക്കുക, ഇൻസ്റ്റയിലൊക്കെ അക്കൗണ്ട് എടുക്കുകയാണെങ്കിൽ വിവാഹം വരെ അവരുടെ ഫോട്ടോ എന്ന് പറയുന്ന വല്ല പൂച്ചയുടെയോ പൂവിന്റെയോ പൂമ്പാറ്റയുടെയോ ഒക്കെ ആയിരിക്കും. പിന്നെ വിവാഹ ശേഷമാണ് അവർ അവരുടെ ഫോട്ടോസ് പബ്ലിക്കായിട്ട് ഇടാൻ തുടങ്ങുന്നത്. അപ്പോൾ അത്രയും പ്രൈവറ്റ് ആയിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ഒരു കാലത്ത് ചെയ്തിരുന്നത്. പിന്നീട് ഈ സോഷ്യൽ മീഡിയ അത്ര ഒരു വരുമാന മാർഗ്ഗമൊക്കെ ആയിട്ട് മാറിയ സമയത്തും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വന്ന സമയത്ത് തന്നെ നമ്മൾ നമ്മളെ ഫാമിലി ഫോട്ടോസും ഒക്കെ ഇടാൻ തുടങ്ങി. പിന്നീട് അത് വരുമാന മാർഗമായിട്ട് മാറിയ സമയത്ത് ആളുകൾക്ക് എന്തും പോസ്റ്റ് ചെയ്യാം, എങ്ങനെയുള്ള ഫോട്ടോസും എങ്ങനെയുള്ള വീഡിയോസും പോസ്റ്റ് ചെയ്യാം എന്നുള്ള ലെവലിലേക്ക് ആളുകൾ മാറി തുടങ്ങി. അങ്ങനെയാണ് ഈ വ്ളോഗുകളൊക്കെ, വീട്ടിലെ വ്ളോഗുകളൊക്കെ കാണിക്കാനും വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ആളുകൾക്ക് കാണിക്കാനും ഒക്കെ മടിയില്ലാതെയായി എന്നുള്ളതാണ്. അപ്പോൾ ഈ വയനാടൻ വ്ളോഗർ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അവർക്ക് മുൻപും ഒരുപാട് വിഷയങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ഫേസ്ബുക്ക് പേജോ ഒക്കെ ഹാക്ക് ചെയ്തു പോവുക, അല്ലെങ്കിൽ അവർക്ക് മോശം കമന്റുകൾ വരിക, അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ അവർ വന്നിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ഭയങ്കര പൊട്ടിത്തെറിച്ചിട്ട് പ്രതികരിക്കാറുണ്ട്. അപ്പോൾ അതിനൊക്കെ അവർക്ക് വരുന്ന കമന്റ് പറഞ്ഞാൽ നെഗറ്റീവാണ്. അവർക്ക് പോസിറ്റീവ് കമന്റ് ഫേസ്ബുക്കിൽ അവർക്ക് വരാറില്ല. യൂട്യൂബിലും അവർക്ക് കുറേ ഒക്കെ നെഗറ്റീവ് തന്നെയാണ് വരുന്നത്. പിന്നെ അവരുടെ ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര പോസിറ്റീവ് ആണെന്ന് പറയുന്നു. കാരണം ഇൻസ്റ്റ ന്യൂ ജനറേഷൻ കുട്ടികളാണ് ഉപയോഗിക്കുന്നത്. ന്യൂ ജനറേഷൻ ഭയങ്കര നല്ല എല്ലാം പോസിറ്റീവായിട്ട് കാണുന്ന ആളുകളാണ്. അതുകൊണ്ട് അവർക്ക് നെഗറ്റീവ് കമന്റുകൾ വരാറില്ല. ഫേസ്ബുക്കിലൊക്കെ അമ്മാവൻ വൈബുള്ള ആളുകളാണ്, അങ്ങനെയൊക്കെ പറയാറുണ്ടോ. ഇപ്പോൾ വന്ന വിഷയം എന്ന് പറഞ്ഞാൽ അവരുടെ യൂട്യൂബ് ചാനൽ ഇൻസ്റ്റയിലോ എവിടെയോ ഒരു പോസ്റ്റ് ചെയ്തൊരു ഫോട്ടോ, ആ വയനാടൻ വ്ളോഗർ എന്ന് പറയുന്ന ആ വ്യക്തി, പുള്ളിയുടെ പേര് ഈ വ്ളോഗ് ഞാൻ അത്ര കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന വ്ളോഗല്ല. അവരുടെ ചില ഇഷ്യൂസ് വരുന്ന സമയത്ത് മാത്രമേ ഞാനത് കാണാറുള്ളൂ. പുള്ളിയുടെ പേര് ജിഷ്ണു അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അവരുടെ വൈഫ് അമ്മു. അപ്പൊ ഇവര് രണ്ടുപേരും കൂടെ ഉള്ള ഒരു ഫോട്ടോ അവർ ഇൻസ്റ്റയിൽ ഇട്ടിരുന്നു. അപ്പൊ ഈ വ്യക്തി ഒരു ഷർട്ടൊക്കെ ഇടാതെ നിൽക്കുന്ന ഒരു ഫോട്ടോ, അദ്ദേഹത്തിന്റെ വൈഫ് അടുത്ത് തന്നെ നിൽക്കുന്ന ഒന്നിച്ചുള്ള ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിരുന്നു. ചില ടെലഗ്രാം ഗ്രൂപ്പുകളിൽ നമുക്ക് പെയ്ഡ് ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റിയ ചില ഗ്രൂപ്പുകളുണ്ട്. അത്തരം ഗ്രൂപ്പുകളിൽ ഇത്തരം വീഡിയോസ്, ഇവരുടേതായിട്ടുള്ള വീഡിയോസ് വരുന്നു. അങ്ങനത്തെ ഒരു ഗ്രൂപ്പിൽ ആദ്യം ഇവരുടെ ഫോട്ടോ കൊടുക്കുന്നു. പിന്നീട് അവരുടെ അതാണെന്ന് തോന്നുന്ന ചില വീഡിയോസ്, മോശമായിട്ടുള്ള ചില വീഡിയോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ആ പെൺകുട്ടിയുടെ മുഖമായിട്ട് ചെറിയ സാമ്യമുള്ള വീഡിയോ ആണത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആദ്യം ഈ ഫോട്ടോ കാണുന്നു, പിന്നെ വീഡിയോ കാണുമ്പോൾ നമുക്ക് ഇത് അവർ തന്നെയാണെന്ന് നമുക്ക് തോന്നും. ഇത് സാധാരണ പോൺ സൈറ്റുകളിൽ നടക്കുന്ന കാര്യമാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന സാധാരണ ഫോട്ടോസ് എടുത്തിട്ട് നമ്മളുടെ ഫോട്ടോ കൊടുക്കുന്നു. അതിനുശേഷം നമ്മളുമായിട്ട് എന്തെങ്കിലും ചെറിയ സാമ്യമുള്ള വ്യക്തികളുടെ വീഡിയോ അതിനോട് ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കും ഈ ഫോട്ടോയിൽ കണ്ട വ്യക്തി തന്നെയാണ് അത്. അതൊരു തരം നമുക്ക് നമ്മളെ മൈൻഡ് അങ്ങനെ മാറ്റിക്കളയുന്ന ഒരു വിധത്തിലുള്ള പരിപാടി. ഇത് എത്രയോ സെലിബ്രിറ്റികളെ കുറിച്ച് അങ്ങനെ ഉണ്ട്. അല്ലെങ്കിൽ സാധാരണ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോസ് എടുത്ത് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ സാധാരണ കോളേജ് കുട്ടികൾ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോസ് എടുത്ത് അങ്ങനെ ചെയ്യുന്നുണ്ട്. അതൊരു സാധാരണ സംഭവം തന്നെയാണ്. അപ്പൊ ഈ വയനാടൻ വ്ളോഗർ സ്ഥിരമായിട്ട് ഇപ്പൊ പോസ്റ്റുകളും വീഡിയോസും ഒക്കെ ഇടുമ്പോൾ അതിന്റെ അടിയിലൊക്കെ വന്നിട്ട് ലീക്ക്ഡ് എന്ന് പറഞ്ഞിട്ട് കമന്റുകൾ വരാൻ തുടങ്ങിയപ്പോൾ അവർ സ്വാഭാവികമായിട്ട് ശ്രദ്ധിച്ചു എന്താണെന്ന്. അപ്പോഴാണ് ഇത്തരം ഒരു ടെലഗ്രാം ഗ്രൂപ്പിൽ നിന്ന് അവർക്ക് ഇങ്ങനത്തെ ഒരു വീഡിയോ കിട്ടുന്നത്. അപ്പോൾ അതിനെതിരെയാണ് ഇപ്പൊ അവർ രംഗത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ അവർ ഭയങ്കരമായിട്ടുള്ള ദേഷ്യത്തിലും സങ്കടത്തിലുമാണ് ഈ ലൈവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അവർ വന്നിട്ട് പറയേണ്ടത് അത് ഞങ്ങളുടെ വീഡിയോയോ ഒന്നുമല്ല, ഞങ്ങളുടെ ഫോട്ടോ എടുത്ത് ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, ഞങ്ങളുടെ കയ്യിലെ ടാറ്റു കണ്ടോ, ആ വീഡിയോയിലുള്ള ആൾക്ക് ടാറ്റു ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ അവർ തെളിവ് സഹിതം അത് നിരത്തുന്നുണ്ട്. പിന്നീട് അവര് ടെലഗ്രാം ഗ്രൂപ്പിലുള്ള ഓരോ അംഗങ്ങളുടെയും നമ്പറൊക്കെ
കണ്ടുപിടിച്ചിട്ട് അവരെ ഫോൺ ചെയ്യണ്ടായി. അപ്പൊ മിക്കതും ചെറിയ കുട്ടികളാണ്. അപ്പൊ അവരെയൊക്കെ വിളിച്ച് ഇവർ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അവര് ആ കുട്ടികളൊക്കെ ഞങ്ങൾ പഠിക്കുന്ന കുട്ടികളാണ്, ഞങ്ങളെ ഭാവി നശിപ്പിക്കരുത്, ഞങ്ങളെ വീട്ടിൽ ഭയങ്കര ലോൺ എടുത്താണ് പഠിപ്പിക്കുന്നത്, മാതാപിതാക്കൾ കഷ്ടപ്പെട്ടാണ് പഠിപ്പിക്കുന്നത്, വിളിച്ച് അവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ വിഷയമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ കാല് പിടിക്കുന്നുണ്ട്. എനിക്കൊക്കെ വോയിസ് ഒക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഇതാർക്കും സംഭവിക്കാന്നുള്ളൂ. ഒരുപക്ഷെ നമുക്ക് സംഭവിക്കാം, നിങ്ങൾക്കും സംഭവിക്കാം. അതിന് നമ്മൾ വലിയ യൂട്യൂബ് ചാനലൊന്നും നടത്തണ്ട. നമ്മൾ ഫേസ്ബുക്കിൽ വെറുതെ ഇടുന്ന ഒരു ഫോട്ടോ മതി ഇതുപോലെ മിസ്യൂസ് ചെയ്യാനായിട്ട്. ആ ഫോട്ടോ എടുത്തിട്ട് അതിന്റെ കൂടെ നിങ്ങളുടെ മോശമായുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വീഡിയോ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കാണുന്നവർ തെറ്റിദ്ധരിക്കും അത് നിങ്ങളാണെന്ന്. അപ്പോൾ അവർ ഇങ്ങനത്തെ ഒരു ലൈവ് ഇട്ടപ്പോഴും അതിന്റെ ഇടയിൽ വളരെ മോശം കമന്റുകളാണ്. കാരണം ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കമന്റുകളല്ല ഒന്നും, എല്ലാം ഇവർക്ക് എതിരുള്ള കമന്റുകളാണ്. അതെന്ന് പറഞ്ഞാൽ അവർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന കണ്ടന്റിന്റെ പ്രശ്നമാണ്. അത് നമ്മളിപ്പോൾ അവർ മോശം ഡ്രസ്സ് ധരിച്ചു അങ്ങനെ മോശമായിട്ട് പറയുന്നതല്ല. അവർ ചെയ്യുന്ന വീഡിയോസിന്റെ ഫലം അവർ പ്രതീക്ഷിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന ഒരു തംബ്നെയില്, അവരുടെ പല തംബ്നെയിലും എടുത്തു നോക്കിയാൽ അറിയാം, നമ്മൾ സ്വാഭാവികമായിട്ടും ആളുകളെ ആകർഷിക്കാനുള്ള രീതിയിലുള്ള ചില തംബ്നെയിലാണ് അവർ കൊടുക്കുന്നത്. മിക്കവാറും അവർ ഒന്നിച്ച് നിൽക്കുന്ന തംബ്നെയിലുകൾ ചിലത് കൊടുക്കുന്നതിന് അവരുടെ വ്യൂസ് നമുക്കത് മനസ്സിലാക്കാം. അവർ നോർമലായിട്ട് കൊടുക്കുന്ന തംബ്നെയിലുള്ള വ്യൂസ് അല്ല അവരുടെ ചില ഒന്നിച്ചുള്ള ചില പോസുകൾക്ക് കിട്ടുന്ന തംബ്നെയിലിനുള്ള വ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ ആ നെഗറ്റീവിൽ നിന്നും കുറച്ച് വ്യൂസിനെ ഉണ്ടാക്കാവുന്ന രീതിയിൽ അവർ ചെയ്യുന്ന പോസ്റ്റുകളാണത്. അത് തീർച്ചയായിട്ടും ആളുകളെടുത്ത് മിസ്യൂസ് ചെയ്യുന്നുള്ളതാണ്. അവരുടെ കമന്റുകൾ അല്ലെങ്കിൽ അവർ പല അവസരങ്ങൾ അവരുടെ ആദ്യ കാലത്തെ വീഡിയോസിൽ അവരുടെ ഡ്രസ്സിങ് സ്റ്റൈൽ അവരുടെ ഇപ്പോഴുള്ള വീഡിയോസിൽ എന്ന് പറയുന്നുണ്ട്. അവര് വീട് വെച്ച ശേഷം എല്ലാവരും അതിൻ്റെ അടിയിൽ വീട് വെച്ച ശേഷം അമ്മോസിന്റെ ഡ്രസ്സിങ് ഭയങ്കര മാറ്റായി, അമ്മോസ് ഷോർട്സ് ഇടാൻ തുടങ്ങി, അതൊക്കെ വലിയ വിഷയമായിട്ട് ആളുകൾ പറയുന്നുണ്ട്. ആളുകൾ ഇതൊക്കെ ഇങ്ങനെ നോട്ടീസ് ചെയ്ത് അളന്ന്, അത് ആളുകളുടെ മെന്റാലിറ്റിയാണ്. നമ്മളെ വർഷങ്ങളായിട്ട് നമ്മളുടെ മനസ്സിൽ അങ്ങനെയാണ് കിടക്കുന്നത്. ഇങ്ങനത്തെ ഒരു കേസ് ഒരു പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ പോലും പോലീസുകാരും പറയുക ഒരു പക്ഷേ നിങ്ങൾ അങ്ങനത്തെ ഫോട്ടോ ഇട്ടിട്ടല്ലേ ആളുകൾ അങ്ങനെ പറഞ്ഞ്. അത് നമ്മളുടെ മനസ്സിൽ വർഷങ്ങളായിട്ട് അടിഞ്ഞു കിടക്കുന്ന ചിന്തയാണ്. അതൊക്കെ മാറി വരാൻ ഒരുപാട് കാലെടുക്കും. അതിന് നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു പരിധിവരെ കാര്യമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഇവരുടെ ഒരു മുൻപ് ഇവരുടെ പേജ് എന്തോ ഹാക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇവർ ഭയങ്കര ദേഷ്യത്തിലൊരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ ആ പെൺകുട്ടി പറയുന്നുണ്ട്, ഞാൻ മാന്യമായിട്ടല്ലേ ഡ്രസ്സ് ധരിക്കുന്നത്, പിന്നെ എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന് പറയുന്നുണ്ട്. ആ കാലത്ത് ആ കുട്ടി ശരീരം മറയുന്ന ഡ്രസ്സുകൾ ധരിക്കുന്നത് മാന്യമായിട്ടുള്ളതാണെന്ന് അന്ന് ആ കുട്ടിക്ക് ചിന്ത ഉണ്ടായിരുന്നു. അതാണ് മനുഷ്യന്റെ മെന്റാലിറ്റി എന്ന് പറയുന്നത്. പക്ഷേ കാലം മാറി കഴിഞ്ഞു വന്നപ്പോൾ ഡ്രസ്സ് ഒരാളുടെ സ്വാതന്ത്ര്യമാണ്, ഏത് ഡ്രസ്സും നമുക്ക് ധരിക്കാം, അതിലൊരു തെറ്റില്ല എന്നൊക്കെ ആ കുട്ടിക്ക് മനസ്സിലായി. പക്ഷേ നമ്മളിവിടെയുള്ള എല്ലാ ജനങ്ങൾക്കും അത് മനസ്സിലാവുന്നില്ല. മനസ്സിലാവാത്ത ആളുകൾ ഇതുപോലത്തെ മോശമായ കമന്റുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിനവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു പരിധിവരെ കാര്യമില്ല എന്ന് പറയാം. പക്ഷെ ഇവർ ഇപ്പോൾ ഇട്ട ലൈവിനൊക്കെ വന്ന കമന്റുകൾ കണ്ടാൽ നമുക്ക് കഷ്ടം തോന്നും. അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമന്റ് പോലും ഇല്ല, വളരെ മോശം കമന്റുകൾ. അവർ പുതിയൊരു രണ്ട് ബസ്സൊക്കെ വാങ്ങിയിരുന്നു വയനാട് എന്നുള്ള പേരിൽ. അപ്പോൾ അതിനെക്കുറിച്ച് വരെ നിങ്ങൾ ഇങ്ങനെയൊക്കെ പോസ്റ്റ് ഇടുക, എന്നാലേ നിങ്ങൾക്ക് അടുത്ത 10 ബസ് വാങ്ങാൻ പറ്റുള്ളൂ, അങ്ങനത്തെയൊക്കെ വളരെ മോശം കമന്റുകൾ. ഇതൊക്കെ ആർക്കും സംഭവിക്കാവുന്ന കാര്യമുള്ളൂ. അതിന് ആ പെൺകുട്ടി തന്നെ പറയേണ്ടത് നിങ്ങൾക്ക് വരുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കമന്റ് ഉണ്ട്, അതിന് ഞങ്ങൾക്ക് അങ്ങനെ വരില്ലല്ലോ, ഞങ്ങളുടെ അമ്മയും പെങ്ങളും ഇങ്ങനത്തെ മോശം ഡ്രസ്സ് ഇട്ടിട്ടോ അങ്ങനെ മോശം വീഡിയോസ് ഇടാൻ ഞങ്ങൾ സമ്മതിക്കില്ലല്ലോ, അങ്ങനത്തെയൊക്കെ കമന്റുകളുണ്ട്. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇത് ആർക്കും വരാം. നമ്മളിപ്പോൾ യൂട്യൂബിൽ മോശം വീഡിയോസോ അല്ലെങ്കിൽ നമ്മുടെ ശരീരം കുറച്ച് എക്സ്പോസ് ചെയ്യുന്ന വീഡിയോസ് ഇട്ടത് കൊണ്ട് മാത്രം ഇങ്ങനത്തെ അവസ്ഥ നമുക്ക് വരണം അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ ഇടുന്ന ഒരു കപ്പിളായിട്ടുള്ള ഫോട്ടോയോ അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും ഒരു ഡ്രസ്സിൽ കുറച്ചൊരു മോശം എന്ന് പറയുന്ന അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ ഇത്രയെങ്കിലും കാണുന്ന ഡ്രസ്സ് ഇട്ട ഒരു ഫോട്ടോയോ ഒന്നും വേണ്ട, നമ്മൾ നോർമൽ ഫോട്ടോയോ ഇട്ട് കഴിഞ്ഞാൽ പോലും നമുക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാവാം. ഒരുപക്ഷെ നമുക്ക് പരിചയമുള്ള വ്യക്തികൾ, നമ്മളോട് എന്തെങ്കിലും വിധത്തിലുള്ള വിരോധമുള്ള വ്യക്തികൾ ഇതേപോലെ തന്നെ നമ്മളെ വേണമെങ്കിൽ ആ ഫോട്ടോ എടുത്തിട്ട് അതിന്റെ കൂടെ വീഡിയോ ചേർത്തിട്ട് ഒക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇതൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട് അല്ലെങ്കിൽ അവർ നെഗറ്റിവിറ്റി കാശാക്കുന്നവരായതുകൊണ്ട് അല്ലെങ്കിൽ അവര് വീഡിയോ ചെയ്യുന്നവരായതുകൊണ്ട് അവർക്ക് വരുന്നു അങ്ങനെയൊന്നുമില്ല. നമ്മൾ സാധാരണ ആളുകൾക്കും ഇത് പറ്റാവുന്നേ ഉള്ളൂ. ഇതിനൊക്കെയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലെ ചതിക്കുഴികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവർക്ക് വരുമ്പോൾ നമ്മൾ പരിഹസിച്ചിട്ട് അതിന്റെ അടിയിൽ കമന്റ് ഇടുന്നു, ശരി തന്നെയാണ്. പക്ഷെ നമ്മളുടെ വീട്ടിലും ആർക്കും ഇത് വരാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇത്ര പരിഹസിക്കേണ്ട കാര്യമൊന്നുമല്ല ഇത്. നമ്മൾ എങ്ങനെ നേരിടുന്നു പറയാൻ പറ്റില്ല. അത്രയും വലിയൊരു അവസ്ഥയിലൂടെ ആയിരിക്കും അവർ കടന്നു പോകുന്നത്. അവർ അത്രയും വിഷമിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അവർ മുൻപും ഇതുപോലത്തെ ഒരുപാട് കമന്റ് ഒരുപാട് ലൈവുകൾ ഇട്ടിട്ടുള്ളതുകൊണ്ട് അവരുടെ പേജ് ഹാക്ക് ആയപ്പോൾ അല്ലെങ്കിൽ അവർക്ക് നെഗറ്റീവ് കമന്റ് വരുമ്പോൾ വരെ അവർ വലിയതായിട്ട് പ്രതികരിച്ച് രംഗത്ത് വരാറുണ്ട്. പക്ഷെ അതിനൊക്കെ അവർക്ക് സപ്പോർട്ടൊന്നും കിട്ടാറില്ല. നീ കമന്റ് വിറ്റ് കാശാക്ക്, അങ്ങനെയൊക്കെ ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള കമന്റുകൾ അവർക്ക് വരാറുമുണ്ട്. പക്ഷെ ഇത് നമുക്കൊക്കെ വരാവുന്ന ഒരു അവസ്ഥയാണ്. അവരാവണം അല്ലെങ്കിൽ
അവരങ്ങനത്തെ വീഡിയോ ഇടുന്നത് കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല അത്. നമുക്ക് സാധാരണ ആളുകൾക്കും നമ്മളുടെ ഒരു ഫോട്ടോയെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് ആ അവസ്ഥ വരാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിനിടയിൽ പോയിട്ട് പരിഹാസ കമന്റ് ഇടുന്ന ആളുകളൊക്കെ ഒന്ന് ചിന്തിക്കുക, ഇത് എപ്പോൾ വേണമെങ്കിലും നമുക്കും വരാവുന്നതേ ഉള്ളൂ എന്നുള്ള കാര്യം നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കുക. ഇത്തരം സാധാരണ നമ്മളെ ഫോട്ടോ ഇടുമ്പോൾ പോലും നമ്മൾ എന്തും നേരിടാൻ തയ്യാറായിട്ട് വേണം ഇത് ഇങ്ങനത്തെ ഫോട്ടോസ് ഇടാന്നേ പറയാനുള്ളൂ. ഇതിപ്പോൾ കേസൊക്കെ ആയിട്ട് പോയാൽ, ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ വന്നു കേസൊക്കെ ആയി പോയാൽ ഇതൊന്നും തെളിയാനോ പോലീസുകാർ അതിന് സപ്പോർട്ട് ചെയ്യുകയോ ഒന്നും പറയാൻ പറ്റില്ല. ഒരുപക്ഷെ നമ്മൾ തന്നെ ഇതിന്റെ പിന്നാലെ നടന്നിട്ട് നമുക്ക് ഇതിന്റെ പുറകിൽ ആരായിരുന്നു ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ആരാ ഇത് ചെയ്തതെന്നൊക്കെ ഒരു പക്ഷെ നമ്മൾ തന്നെ എഫർട്ട് എടുത്താൽ മാത്രമേ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. പിന്നെ അവർ പറയുന്നുണ്ട് ഇങ്ങനെ മോശം കമന്റ് ഇതിൽ അടിയിലിടുന്നവർക്കൊക്കെ വീട്ടിൽ പോയി ഞങ്ങൾ ലൈവ് ഇട്ടിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ അടിയിലൊക്കെ വെറും നെഗറ്റീവ് കമന്റ് മാത്രമേ ഉള്ളൂ. ആയിരക്കണക്കിന് നെഗറ്റീവ് കമന്റുകളാണ്. അതിന്റെ അടിയിൽ ഈ പറഞ്ഞതിന് പോലും നെഗറ്റീവ് ഇട്ടിട്ടുണ്ട്. പിന്നെ നീ 6000-10,000 ആളുകളുടെ വീട്ടിൽ പോയിട്ട് ലൈവ് ഇടാൻ പോവല്ലേ എന്നൊക്കെ പരിഹാസത്തോടു കൂടെ പറയുന്നുണ്ട്. അപ്പം നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ വിഷമാവാം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം എന്നല്ലാതെ ഇതിനൊക്കെ ഒരുപാട് പരിധികളുണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് എത്രയാണെങ്കിലും സാധാരണക്കാരാണെങ്കിലും കുറച്ചൊക്കെ ശ്രദ്ധിച്ച് ചെയ്താൽ നമ്മളങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുമ്പോൾ നമ്മളത് പ്രതീക്ഷിക്കണം എന്നുള്ളതാണ്. എന്തായാലും ഇത് കുറച്ചുകൂടെ ശ്രദ്ധയോടെ നമ്മൾ സമീപിക്കേണ്ട വിഷയമാണ്. കാരണം ആർക്ക് വേണമെങ്കിലും ഇത് സംഭവിക്കാവുന്നേ ഉള്ളൂ. എത്ര നല്ല വീഡിയോ ഇടുന്ന ആളുകളാണെങ്കിലും അവർക്ക് സംഭവിക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. എല്ലാവർക്കും നന്ദി.